भारत माता की। अरे ऐसे नहीं भाई, दिल्ली में मोदी जी तक आवाज पहुंचनी चाहिए। केरल में बीजेपी वाले इकट्ठा हुए हैं। ഉറക്കെ പറയണം, ഡൽഹിയില് മോദിജിക്ക് അറിയാൻ പറ്റണം ബിജെപിക്കാർ ആലുവയിൽ ഒരുമിച്ച് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. അത്ര ഉറക്കത്തിൽ भारत माता की, भारत माता की। मंच पर उपस्थित भारतीय जनता पार्टी के भूतपूर्व प्रदेश प्रमुख और इस 2016 के चुनाव के संयोजक श्री वी मुरलीधरन जी, अभी अभी देश के राष्ट्रपति जी ने कला क्षेत्र में जिनके योगदान को सराहना कर केरल में से पहली बार किसी कलाकार को राज्यसभा में मनोनीत किया है, ऐसे श्री सुरेश गोपी जी, यहाँ के प्रदेश मंत्री श्री ए.के. नासिर जी, प्रत्याशी यहाँ के श्रीमती लता गंगाधरन जी, प्रत्याशी कल्लमा शहरी के श्री वीजी गोपू कुमार जी, अंगमाली के प्रत्याशी श्री प्रीजे बाबू जी, भाजपा के नेता श्री जी जोसेफ जी, नेता बीडीजेएस श्री रामचंद्रन जी, केरला कांग्रेस नेशनलिस्ट के नेता श्री केन्नेडी जी और आज के कार्यक्रम में आए हुए प्यारे भारत माताओं, भाइयों और बहनों, ഇന്നത്തെ ഈ പരിപാടിയിൽ വേദിയിലിരിക്കുന്ന ഈ അടുത്ത ദിവസം നമ്മുടെ രാഷ്ട്രപതി കലാകാരന്മാരുടെ മേഖലയിൽ നിന്ന് അദ്ദേഹം നൽകിയിട്ടുള്ള ഈ മേഖലയിൽ നൽകിയിട്ടുള്ള സംഭാവനയുടെ അടിസ്ഥാനത്തിൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി അവർകൾ, ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ എ.കെ. നസീർ, ആലുവയിൽ നിന്നുള്ള ദേശീയ ജനാധിപത്യ സഖ്യം സ്ഥാനാർത്ഥി ശ്രീമതി ലത ഗംഗാധരൻ, കളമശ്ശേരിയിൽ നിന്നുള്ള സ്ഥാനാർത്ഥി ശ്രീ വി എൻ ഗോപകുമാർ, അങ്കമാലിയിൽ നിന്നുള്ള സ്ഥാനാർത്ഥി ശ്രീ പി ജെ ബാബു, ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവ് ശ്രീ ജിജി ജോസഫ്, ശ്രീ ബിഡിജെഎസ് നേതാവ് ശ്രീ രാധാകൃഷ്ണൻ, കേരള കോൺഗ്രസ് നേതാവ് ശ്രീ കെന്നഡി, ഇവിടെ വേദിയിലും സദസ്സിലുമുള്ള മറ്റു നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും നമസ്കാരം. मित्रों, ये 2016 का चुनाव जो 16 मई को समाप्त हो जाएगा, मैं आज केरल के प्यारे भाइयों बहनों को कहने आया हूं कि इस चुनाव को किसी को एमएलए बनाने के लिए, किसी को मुख्यमंत्री बनाने के लिए, किसी को मंत्री बनाने के लिए वोट मत देना। इस चुनाव के अंदर वोट आने वाले 50 साल तक एनडीए के नेतृत्व में केरल एक मजबूत राज्य बनकर निकले, इसके लिए देना है. ഈ 2016 തെരഞ്ഞെടുപ്പ് വരുന്ന 16-ാം തീയതിയത്തെ വോട്ടിങ്ങോടുകൂടി അവസാനിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ ആരെങ്കിലും എംഎൽഎ ആക്കാൻ വേണ്ടിയിട്ട് വോട്ട് ചെയ്യരുത്, ആരെങ്കിലും മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ട് വോട്ട് ചെയ്യരുത്, ആരെങ്കിലും മന്ത്രിയാകാൻ വേണ്ടിയല്ല വോട്ട് നൽകേണ്ടത്. പകരം അടുത്ത 50 വർഷക്കാലത്തെ കേരളത്തിന്റെ ഭാവി, കേരളത്തിന്റെ പുരോഗതി ഉറപ്പുവരുത്താൻ വേണ്ടിയായിരിക്കണം ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഓരോരുത്തരും വോട്ട് ചെയ്യുന്നത്. क्योंकि अगर 5 साल के लिए केरल की जनता एनडीए को मौका देती है, बीजेपी और बीडीजेएस के कार्यकर्ताओं को मौका देती है, तो ये 5 साल में एक मजबूत केरल की नींव हम डालेंगे जो 50 साल तक केरल का विकास करेगी. വരുന്ന തെരഞ്ഞെടുപ്പിൽ അടുത്ത 5 വർഷക്കാലത്തേക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെയും ബിഡിജെഎസിന്റെയും സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചുകൊണ്ട്, ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ തീരുമാനമെടുക്കുകയാണെങ്കിൽ
5 വർഷക്കാലം കൊണ്ട് ഈ കേരളത്തിന്റെ പുരോഗതി ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള അടിത്തറ സൃഷ്ടിക്കാൻ 50 കൊല്ലക്കാലം കേരളത്തിന്റെ വികസനം ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള അടിത്തറ സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. गत 50 साल से केरल की जनता यूडीएफ और एलडीएफ को बारी बारी से वोट देती है. कभी यूडीएफ आता है तो एलडीएफ आता है और कभी एलडीएफ आता है तो यूडीएफ आता है. ये एलडीएफ यूडीएफ यूडीएफ एलडीएफ एलडीएफ यूडीएफ ये श्रृंखला ने केरल को बर्बाद कर रख दिया है. കാരണം കഴിഞ്ഞ 50 വർഷക്കാലം കേരളത്തിൽ മാറി മാറി ഒരു തവണ ഇടതുപക്ഷമാണെങ്കിൽ അടുത്ത തവണ കോൺഗ്രസ്, ഒരു തവണ കോൺഗ്രസ് ആണെങ്കിൽ അടുത്ത തവണ ഇടതുപക്ഷം, ഈ രീതിയിൽ മാറി മാറി ഇടതുപക്ഷത്തിനെയും കോൺഗ്രസിനെയും മാറി മാറി കേരളത്തിൽ ഭരണത്തിലേറ്റിയവരാണ് ഈ കേരളത്തിലെ ജനങ്ങൾ. मित्रों, क्या नहीं है इस केरल के पास? आसमान में हेलीकॉप्टर से देखते हैं तो दूर दूर तक हरियाली ही हरियाली दिखाई पड़ती है. कई सारी नदियां, 12 मास पानी ले जाने वाली नदियां, खूबसूरत समंदर किनारा है, मेहनतकश युवा है. देश में सबसे ज्यादा शिक्षित युवा केरल के अंदर है. फिर भी केरल के अंदर विकास नहीं हुआ है. केरल के युवा को, केरल की बच्चियों को, बेटियों को काम ढूंढने के लिए गल्फ कंट्रीज के अंदर जाना पड़े, ऐसी बेकारी ये यूडीएफ एलडीएफ ने केरल के अंदर दी है. अगर यहाँ कोई 5 साल ठीक से शासन करेगा तो ये केरल का युवा दुनिया के आईटी के एक्सपर्ट के साथ यहाँ रहकर दुनिया के युवा के साथ स्पर्धा कर पाए, ऐसा मटेरियल केरल के अंदर पड़ा हुआ. കേരളത്തിന് എന്താണ് ഇല്ലാത്തത്? ഈ നാടിന് എന്ത് കുറവാണുള്ളത്? ആകാശത്ത് നിന്ന് കേരളത്തിലേക്ക് നോക്കുമ്പോൾ, വിമാനത്തിലിരുന്ന് കേരളത്തിലേക്ക് നോക്കുമ്പോൾ പച്ചപ്പ് നിറഞ്ഞ ഒരു ഭൂപ്രദേശം, നിറയെ വെള്ളവുമായിട്ടൊഴുകുന്ന നദികൾ, വെള്ളമൊഴുകുന്ന നദികൾ, വളരെ മനോഹരമായിട്ടുള്ള കടൽ തീരം, അധ്വാനിക്കുന്ന ജനവിഭാഗം. ഈ സംസ്ഥാനത്ത് ജോലിയില്ലാത്തത് കൊണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ മറ്റ് രാജ്യങ്ങളിലടക്കം പോയി ജോലി ചെയ്യേണ്ടി വരുന്ന സാഹചര്യം എന്തുകൊണ്ടുണ്ടാകുന്നു? ഇതൊക്കെ ഉണ്ടായിട്ട് എന്തുകൊണ്ട് കേരളത്തിന് പുരോഗതി ഉണ്ടാകുന്നില്ല? വിദ്യാഭ്യാസത്തിൽ മുൻനിരയിൽ നിന്നിട്ടും ഈ സംസ്ഥാനത്ത് ജോലി കിട്ടാതെ മറ്റു രാജ്യങ്ങളിലേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യം എന്തുകൊണ്ടുണ്ടാകുന്നു? ഈ കേരളത്തിലെ യുവാക്കൾ എന്തുകൊണ്ട് തൊഴിൽ രഹിതരായിട്ട് തുടരുന്നു? 5 വർഷക്കാലം ഭാരതീയ ജനതാ പാർട്ടിക്ക്, ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഈ സംസ്ഥാനത്തിന്റെ ഭരണാധികാരം ലഭിക്കുകയാണെങ്കിൽ ഈ കേരളത്തെ തൊഴിൽ രഹിതരില്ലാത്ത സംസ്ഥാനമാക്കാൻ സാധിക്കും. ഈ കേരളത്തിലെ പ്രതിഭാസമ്പന്നരായിട്ടുള്ള ചെറുപ്പക്കാര് വിവര സാങ്കേതിക വിദ്യയുടെ ലോകത്തെ മറ്റേത് രാജ്യത്തെയും വിവര സാങ്കേതിക വിദഗ്ധന്മാരോട് കിടപിടിക്കാൻ കഴിയുന്ന തരത്തിൽ ഈ കേരളത്തിലെ ചെറുപ്പക്കാർക്ക് അവരെ മാറ്റിയെടുക്കാൻ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സർക്കാരിന് സാധിക്കും. एक अच्छी सरकार अगर केरल में आती है तो दुनिया भर के टूरिस्टों को आकर्षित करने की ताकत केरल के प्राकृतिक सौंदर्य के अंदर है. ഒരു നല്ല ഗവൺമെന്റ് ഭരിക്കാൻ കഴിവുള്ള ഒരു സർക്കാർ, അങ്ങനെ ഒരു നേതൃത്വമുള്ള സർക്കാർ കേരളത്തിൽ ഭരണത്തിൽ വരികയാണെങ്കിൽ കേരളത്തിന്റെ പ്രകൃതി സൗന്ദര്യം, ആ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ ലോകം മുഴുവനുള്ള വിനോദസഞ്ചാരികളെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. मगर ये काम एलडीएफ और यूडीएफ नहीं कर सकते हैं. अगर ये काम करना है तो एक मौका भारतीय जनता पार्टी को देकर देखिए. 5 साल के अंदर हम एक काम को कर दिखाएंगे. പക്ഷേ ഈ കാര്യം ഇടതുപക്ഷത്തിനും യുഡിഎഫിനും നടത്താൻ സാധ്യമല്ല. 5 വർഷക്കാലം ഒരൊറ്റ തവണ ഭാരതീയ ജനതാ പാർട്ടിക്ക്, ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഒരവസരം തരൂ.
ഈ ദേശീയ ജനാധിപത്യ സഖ്യം കേരളത്തെ എങ്ങനെ പുരോഗതിയിലേക്ക് നയിക്കാം എന്ന് പ്രവർത്തിച്ച് കാണിച്ചു തരാം. मित्रों, ये दोनों पार्टियां, कम्युनिस्ट और कांग्रेस, दोनों पार्टियां सिद्धांतों की राजनीति नहीं करते। ये लोग कुर्सी के लोभ की राजनीति करते हैं। आज ही बंगाल में चुनाव समाप्त हुआ है, वहां पर कांग्रेस और कम्युनिस्ट हिलू हिलू कर रहे हैं और केरल के अंदर एक दूसरे के खिलाफ लड़ रहे हैं। मैं पूछना चाहता हूं श्रीमान सीताराम येचुरी को, मैं पूछना चाहता हूं श्रीमती सोनिया गांधी को, जब केरल आइएगा इस बात का जवाब केरल की जनता को जरूर दीजिएगा कि कलकत्ता में दोस्ती है, केरल में दुश्मनी है, किस प्रकार की ये राजनीति है। ഈ രണ്ട് പാർട്ടികളും ഇടതുപക്ഷവും UDF-ഉം കോൺഗ്രസും CPM-ഉം ഇവർ രണ്ടുപേരുടെയും രാഷ്ട്രീയത്തിന് ഒരു തരത്തിലുള്ള ആദർശത്തിന്റെയും അടിത്തറയില്ല. അങ്ങനെ ഒരു അടിത്തറ ഉണ്ടായിരുന്നുവെങ്കിൽ എന്തടിസ്ഥാനത്തിലാണ് ബംഗാളിൽ ഒരു വശത്ത് ഇവർ വലിയ പ്രേമത്തിലാണ്, കേരളത്തിൽ വരുമ്പോ ഇവര് വലിയ ശത്രുക്കളാണ്. സോണിയാഗാന്ധിയും ശ്രീമാൻ സീതാറാം യെച്ചൂരിയും കേരളത്തിൽ പ്രചരണത്തിന് വരുമ്പോ കേരളത്തിലെ ജനങ്ങളോട് തുറന്നു പറയണം, ഇവരെന്ത് ആശയത്തിന്റെയും എന്ത് തത്വദീക്ഷയുടെയും എന്ത് പ്രത്യയശാസ്ത്രത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ബംഗാളിൽ വലിയ സൗഹൃദം, കേരളത്തിൽ വരുമ്പോ വലിയ ഏറ്റുമുട്ടൽ. ഈ വൈരുദ്ധ്യത്തിന്റെ അടിസ്ഥാനം എന്താണ് എന്ന് കേരളത്തിലെ ജനങ്ങളോട് വിശദീകരിക്കണം. मित्रों, यहां पर UDF की सरकार गत 5 साल से चल रही है। कांग्रेस की संस्कृति ही भ्रष्टाचार है। कांग्रेस की संस्कृति में भ्रष्टाचार उसकी रग रग में घुस गया है। 5 साल के अंदर भ्रष्टाचार के अलावे ये UDF की सरकार ने कुछ नहीं किया है। കഴിഞ്ഞ 5 വർഷമായിട്ട് കേരളത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF-ന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ പാരമ്പര്യം, കോൺഗ്രസിന്റെ ചരിത്രം, കോൺഗ്രസിന്റെ സംസ്കാരം അത് അഴിമതിയുടെ സംസ്കാരമാണ്. കോൺഗ്രസിന്റെ ഓരോ അണുവിലും അതില് അഴിമതിയാണ് നിലനിൽക്കുന്നത്. അങ്ങനെ ഒരു സർക്കാരാണ് കേരളത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. मित्रों, मैं जब बहुत छोटा था तब मेरी मां के साथ एक स्वामी की कथा सुनने के लिए गया। स्वामी जी कह रहे थे कि भगवान को ढूंढना है तो वृक्ष में ढूंढो, भगवान को ढूंढना है तो पानी में ढूंढो, नदी में ढूंढो, पर्वत में ढूंढो, रोगियों में ढूंढो, इंसान में ढूंढो, हर जगह पे भगवान है। मगर मैं केरल आया हूं, अस्पताल देखते हैं तो भ्रष्टाचार है, लोगों को देखते हैं सत्ता पर बैठे हुए भ्रष्टाचार है, पहाड़, पानी, वृक्ष, हर जगह भगवान की जगह भ्रष्टाचार केरल में दिखाई पड़ता है। 5 साल के अंदर ये UPA ने इतने घोटाले किए हैं UDF ने कि इसका हिसाब मांगने का समय आ गया है। ചെറുപ്പത്തിൽ അമ്മയോടൊപ്പം ഒരു സ്വാമിജിയുടെ പ്രഭാഷണം കേൾക്കാൻ പോയിരുന്നു. അന്ന് സ്വാമിജി പറഞ്ഞു, നിങ്ങൾക്ക് ഭഗവാനെ കാണണമെങ്കിൽ ഈ പ്രകൃതിയിൽ നോക്കിയാൽ മതി, ഇവിടുത്തെ നദികളിൽ നോക്കിയാൽ മതി, ഇവിടുത്തെ വൃക്ഷങ്ങളിൽ നോക്കിയാൽ മതി, ഇവിടുത്തെ ഓരോ മനുഷ്യരിലും നോക്കിയാൽ മതി, അവരിലെല്ലാം ഈശ്വരന്റെ അവതാരത്തെ കാണാം, ഈശ്വരാംശം കാണാം. പക്ഷെ ഞാൻ കേരളത്തിൽ വരുമ്പോൾ, ഞാൻ കേരളത്തിൽ ആശുപത്രികളിൽ പോകുമ്പോൾ അവിടെ നോക്കുമ്പോൾ ഞാൻ കാണുന്നത് അഴിമതിയാണ്. ഞാൻ കേരളത്തിലെ ഭരണാധികാരത്തിൽ ഇരിക്കുന്ന ആളുകളെ നോക്കുമ്പോൾ ഞാൻ കാണുന്നത് അവരിലെല്ലാം അഴിമതിയാണ്. ഈ കേരളത്തിലെ ഭൂമിയിലാണെങ്കിലും ആകാശത്താണെങ്കിലും വൃക്ഷങ്ങളിലാണെങ്കിലും മരങ്ങളിലാണെങ്കിലും നദികളിലാണെങ്കിലും പർവ്വതങ്ങളിലാണെങ്കിലും കേരളത്തിൽ എവിടെ നോക്കിയാലും അവിടെ സർവത്ര അഴിമതി, അഴിമതിയുടെ അവതാരങ്ങളായിട്ട് കേരളത്തെ മുഴുവൻ മാറ്റിയിട്ടുള്ളത് ഈ കോൺഗ്രസിന്റെ സർക്കാരാണ്, UDF-ന്റെ സർക്കാരാണ് കഴിഞ്ഞ 5 കൊല്ലക്കാലം കൊണ്ട്. केंद्र में 2 साल से
भारतीय जनता पार्टी की नरेंद्र मोदी सरकार चल रही है, मगर 2 साल के अंदर हमारे विरोधी भी हम पर भ्रष्टाचार का एक भी आरोप नहीं कर सकते हैं मित्रों, एक भी आरोप नहीं कर सकते। കേന്ദ്രത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ 2 വർഷക്കാലത്തെ ഈ ഭരണത്തിനിടയിൽ നമ്മുടെ രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും ഈ സർക്കാരിനെതിരായിട്ട് ഒരു അഴിമതി ആരോപണം പോലും ഉന്നയിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. मित्रों, यूडीएफ की सरकार केरल में चली, 5 साल के अंदर पामोलिन घोटाला, टाइटेनियम ट्रावनकोर घोटाला, सौर ऊर्जा घोटाला, नर्सिंग घोटाला, वित्त मंत्रालय में घोटाला, लोक निर्माण मंत्रालय में घोटाला, हर जगह घोटाले ही घोटाले किए। 5 വർഷക്കാലമായിട്ട് കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന UDF സർക്കാർ, ആ സർക്കാർ നടത്തിയിട്ടുള്ള അഴിമതിയുടെ പട്ടിക, ആ പട്ടിക എണ്ണിയാൽ ഒടുങ്ങാത്തതാണ്. പാമോലിൻ അഴിമതി, സോളാർ കുംഭകോണം, കേരളത്തിൽ നിന്നുള്ള നഴ്സുമാരെ റിക്രൂട്ട് ചെയ്തതിൽ ആ നഴ്സിംഗ് റിക്രൂട്ടിംഗിൽ അഴിമതി, കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിലെ അഴിമതി, ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ അഴിമതി, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത അഴിമതിയുടെ കഥകളാണ് കഴിഞ്ഞ 5 കൊല്ലത്തെ UDF സർക്കാരിന്റെ ഈ നാട്ടിലെ ഭരണത്തിന്റെ നേട്ടം. और जब यूपीए की सरकार देश के अंदर चलती थी तो 10 साल के अंदर 12 लाख करोड़ का घोटाला किया। जमीन पर आदर्श सोसाइटी का घोटाला, आकाश में वेस्टलैंड हेलीकॉप्टर का घोटाला, आकाश के ऊपर अंतरिक्ष में 2G स्कैम का घोटाला, दरिया के अंदर सबमरीन का घोटाला, दरिया हो, जमीन हो, पाताल के अंदर कोयला घोटाला किया। आकाश, पाताल, जमीन, समंदर, सब जगह घोटाले ही घोटाले किए थे। UPA സർക്കാർ ഈ രാജ്യത്ത് 10 വർഷക്കാലം ഭരണം നടത്തി. 10 വർഷക്കാലത്തിനിടയിൽ 12 ലക്ഷം കോടി രൂപയുടെ വെട്ടിപ്പാണ് ഈ സർക്കാർ നടത്തിയത്. ഈ ഭൂമിയിൽ കെട്ടിടങ്ങൾ പണിതു, ആദർശ ഫ്ലാറ്റുകൾ, അതിൽ വെട്ടിപ്പ് നടത്തി. ആകാശത്ത് വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ വാങ്ങി, അതിൽ വെട്ടിപ്പ് നടത്തി. അതിന്റെ മുകളിലേക്ക് പോയാൽ ബഹിരാകാശത്ത് 2G സ്പെക്ട്രം ഇടപാടിൽ വെട്ടിപ്പ് നടത്തി. ഭൂമിയിൽ നിന്ന് താഴോട്ട് പാതാളത്തിലേക്ക് പോയാൽ അവിടെ ഭൂമിക്കടിയിൽ കൽക്കരി ഖനിയുടെ ഇടപാടുകളിൽ വെട്ടിപ്പ്, വെള്ളത്തിൽ മുങ്ങിക്കപ്പലുകളുടെ ഇടപാടിൽ വെട്ടിപ്പ്. അങ്ങനെ ആകാശത്തിലാണെങ്കിലും ഭൂമിയിലാണെങ്കിലും ബഹിരാകാശത്തിലാണെങ്കിലും പാതാളത്തിലാണെങ്കിലും നദിക്കടി വെള്ളത്തിനടിയിലാണെങ്കിലും എല്ലാ സ്ഥലത്തും വെട്ടിപ്പും കുംഭകോണവും നടത്തിയ ഒരു സർക്കാരായിരുന്നു UPAയുടെ 10 കൊല്ലക്കാലത്തെ സർക്കാർ. मित्रों, अभी वेस्टलैंड का घोटाला बाहर आया। एक कोई एंटोनी जी जब केरल में प्रचार करने के लिए आए, तब केरल की जनता उनको पूछे कि किसके कहने पर हेलीकॉप्टर के टेस्टिंग की जगह हिंदुस्तान की जगह इटली कर दी, किसके कहने पर ओरिजिनल मैन्युफैक्चरिंग कंपनी की जगह दलाली करने वाली कंपनी को ठेका दे दिया, किसके कहने पर टेंडर की शर्तों को बदला दिया। ये बातें श्री एंटोनी जी को पूछना चाहिए। और एंटोनी जी, आप में अगर हिम्मत है तो जिन्होंने आपको सूचना दी है उसका नाम एक बार केरल की जनता को बता दीजिए, तो केरल की जनता मानेगी कि आप सच बोल रहे हैं। ഈ അടുത്ത കാലത്ത് പുറത്തു വന്നിട്ടുള്ള അഴിമതിയാണ് വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്ററിന്റെ അഴിമതി. ശ്രീമാൻ AK ആന്റണിയോട് കേരളത്തിലെ ജനങ്ങൾ ചോദിക്കണം. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന് വേണ്ടിയിട്ട് കേരളത്തിൽ വരുമ്പോൾ ആര് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഹെലികോപ്റ്ററുകളുടെ പരീക്ഷണ പറക്കൽ, ആ പരീക്ഷണ പറക്കൽ ഈ രാജ്യത്ത് ഇന്ത്യയിൽ നടത്തുന്നതിന് പകരം ഇറ്റലിയിൽ നടത്താൻ തീരുമാനിച്ചു? ആരുടെ തീരുമാനപ്രകാരമാണ് ഈ ഹെലികോപ്റ്റർ നിർമ്മിക്കാനുള്ള കരാർ, ആ കരാർ നൽകാനുള്ള കമ്പനിക്ക് പകരം
ഇടനിലക്കാരായിട്ടുള്ള മറ്റൊരു കമ്പനിക്ക് നൽകിയത്. ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ കരാറിന്റെ ഇടപാടുകളിൽ, കരാറിന്റെ കണ്ടീഷനുകളിൽ, കരാറിന്റെ നിബന്ധനകളിൽ, ആ നിബന്ധനകളിൽ മാറ്റം വരുത്തിയത്? ഒരു തവണയെങ്കിലും കേരളത്തിലെ ജനങ്ങളോട് ആര് പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്തത്, ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇതൊക്കെ ചെയ്തത് എന്ന് ശ്രീമാൻ ആന്റണി ഒരു തവണയെങ്കിലും കേരളത്തിലെ ജനങ്ങളോട് പറയണം. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കും ആന്റണി പറയുന്നതിൽ സത്യമുണ്ട് എന്ന്. एंटनी जी का भाषण अभी मैंने टीवी पर सुना. वो कहते हैं कि भाजपा के सारे लोग केरल में प्रचार करने के लिए आए हैं. इनका कोई हिडन एजेंडा है, हिडन एजेंडा. अरे एंटनी जी, हम भारतीय जनता पार्टी के कार्यकर्ता हैं. हमारा कोई हिडन एजेंडा नहीं होता. जो करते हैं जनता के सामने करते हैं. और आपको सवाल उठ रहा है कि बीजेपी के सारे नेता क्यों केरल में आए हैं. मैं बताता हूं क्यों आए हैं. यूडीएफ और एलडीएफ को उखाड़कर हिंद महासागर में डालने के लिए आए हैं. ശ്രീമാൻ എ കെ ആന്റണിയുടെ ഒരു പ്രസ്താവന ഈ അടുത്ത ദിവസം ടിവിയിൽ കണ്ടിരുന്നു. അദ്ദേഹം പറയുന്നത് ബിജെപിയുടെ സർവ്വ നേതാക്കന്മാരും കേരളത്തിലേക്ക് വന്നിരിക്കുന്നു ഒരു രഹസ്യ അജണ്ടയുമായിട്ടാണ്. ശ്രീമാൻ ആന്റണിയോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, ഞങ്ങൾ ബിജെപിക്കാരാണ്. ഞങ്ങൾ ചെയ്യുന്നത് മുഴുവൻ രഹസ്യമായിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ചെയ്യുന്നത് മുഴുവൻ പരസ്യമായിട്ട് ചെയ്യുന്നവരാണ്. തുറന്ന പരസ്യമായിട്ട് സുതാര്യമായിട്ട് ചെയ്യുന്നവരാണ്. ഞങ്ങള് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ അജണ്ട പരസ്യമായിട്ടുള്ള അജണ്ടയാണ്. രഹസ്യമായിട്ടുള്ള ഒരു അജണ്ടയുമില്ല. ആ പരസ്യമായിട്ടുള്ള അജണ്ട യുഡിഎഫിനെയും ഇടതുപക്ഷത്തെയും കോൺഗ്രസിനെയും അറബിക്കടലിലേക്ക് വലിച്ചെറിയുക എന്നുള്ള തുറന്ന അജണ്ടയാണ് ഞങ്ങൾക്കുള്ളത് എന്ന് ആന്റണിയോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. लाल भाई मतलब कम्युनिस्ट हम पर आरोप लगा रहे हैं कि बीजेपी आएगी तो कम्युनल हार्मोनी डिस्टर्ब हो जाएगी. मैं लाल भाइयों को कहना चाहता हूं कि भारत की जनता ने आपको आज ऐसी स्थिति में लाकर रखा है कि आपके पास एक भी राज्य में सरकार नहीं. भारतीय जनता पार्टी के पास 14 राज्यों में सरकार है और केंद्र में पूर्ण बहुमत वाली सरकार है. कहीं पर भी कम्युनल हार्मोनी डिस्टर्ब नहीं हुई. मगर आप हमें क्या हिंसा की बात करते हो. आपके शासन में भारतीय जनता पार्टी और आरएसएस के 280 से ज्यादा कार्यकर्ताओं की हत्या हुई है. 280 के ज्यादा. मगर हम डरने वाले नहीं कि हमारे त्यागी तपस्वी बलिदानी कार्यकर्ताओं ने जो बलिदान दिया है इसकी नींव पर हम एक समृद्ध और प्रोग्रेसिव केरला की नींव डालने वाले हैं. ഇടതുപക്ഷക്കാര് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടി ഭരണത്തിൽ വന്നാൽ ഈ സംസ്ഥാനത്ത് മതസൗഹാർദ്ദം തകരും. ഇടതുപക്ഷക്കാരോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങളെ ഈ നാട്ടിലെ ജനങ്ങൾ ഇവിടെ ഇപ്പോ എത്തിച്ചിരിക്കുന്ന അവസ്ഥ എന്താ? നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഭരണമുണ്ടോ? ഭാരതീയ ജനതാ പാർട്ടിക്ക് 14 സംസ്ഥാനങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി ഭരണത്തിലിരിക്കുക. ഈ രാജ്യത്ത് കേന്ദ്രത്തിൽ കേവല ഭൂരിപക്ഷം നേടിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഭരണം നടത്തിക്കൊണ്ടിരിക്കുക. മാർക്സിസ്റ്റ് പാർട്ടി ബിജെപിയെ അക്രമികളുടെ പാർട്ടിയായിട്ട്, അക്രമം നടത്തുന്നവരായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കുക. ഭാരതീയ ജനതാ പാർട്ടിയുടെയും RSSന്റെയും 280-ലധികം പ്രവർത്തകർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത് നിങ്ങളുടെയൊക്കെ ഭരണകാലത്ത്. ഈ കേരളത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം, ആ പ്രവർത്തനത്തിന് അതിന്റെ അടിത്തറമാകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്കിടയിലാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെ നിങ്ങൾ കൊല ചെയ്തത്. मित्रों, यूडीएफ हो या एलडीएफ, जब इनके हाथ में शासन आया उन्होंने वोट बैंक की राजनीति की है, एपीसमेंट की पॉलिटिक्स की है.
और समाज के बहुत बड़े हिस्से को विकास से वंचित रखा है। भारतीय जनता पार्टी एपीसमेंट की पॉलिटिक्स नहीं करती। हमारे नेता नरेंद्र मोदी का मंत्र है सबका साथ सबका विकास। अगर भारतीय जनता पार्टी का राज आएगा तो सभी को साथ लेकर किसी को अन्याय न हो इस तरह से विकास करने का हम साहस रखते हैं। ഇടതുപക്ഷവും കോൺഗ്രസും കേരളത്തിൽ ഭരണം നടത്തിയപ്പോഴൊക്കെ അവർ വോട്ട് ബാങ്കിന്റെ രാഷ്ട്രീയമാണ് ഇവിടെ പ്രയോഗിച്ചത്. അവർ പ്രീണനത്തിന്റെ രാഷ്ട്രീയമാണ് ഇവിടെ പ്രയോഗിച്ചത്. ഈ കേരളത്തിലെ വലിയ ജനവിഭാഗങ്ങൾ ആ ജനവിഭാഗങ്ങളെ അധികാരത്തിന്റെ ഏഴയലത്ത് പോലും അടുപ്പിക്കാതെ അവരോട് അനീതിയാണ് കാണിച്ചത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ കേരളത്തിൽ വന്നാൽ നരേന്ദ്രമോദിയുടെ മുദ്രാവാക്യം, അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയം എല്ലാവരോടും ഒപ്പം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള വികസനം, അങ്ങനെയുള്ള മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് എല്ലാവരെയും ഒരേ രീതിയിൽ കാണുന്ന തുല്യനീതി നടപ്പിലാക്കുന്ന വികസനം, ആ വികസനം നടപ്പിലാക്കുക എന്നുള്ളതായിരിക്കും ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലും നടപ്പിലാക്കാൻ പോകുന്നത്. मित्रों, अभी कम्युनिस्ट पार्टी केरल के अंदर 96 साल के वरिष्ठ अच्युतानंद जी को आगे कर चुनाव लड़ रही है। मैं कम्युनिस्ट पार्टी के नेताओं को पूछना चाहता हूं, अगर आप बहुमती में आए, अगर आपको सरकार बनाने का मौका मिला तो आप अच्युतानंद जी को मुख्यमंत्री बनाएंगे क्या? मैं बताता हूं वो नहीं बनाएंगे, बाद में विजयन को मुख्यमंत्री बनाएंगे। कम्युनिस्ट पार्टी के लोगों को अपने मुख्यमंत्री का नाम जनता के सामने रखना चाहिए। മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഇപ്പോ 94 വയസ്സുള്ള ആദരണീയനായിട്ടുള്ള ശ്രീമാൻ VS അച്യുതാനന്ദനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹത്തെ മുന്നിൽ കാണിച്ചുകൊണ്ടുള്ള പ്രചരണം നടത്തിക്കൊണ്ടാണ് ജനവിധി തേടാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് സർക്കാർ ഉണ്ടാക്കാനുള്ള ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ശ്രീമാൻ അച്യുതാനന്ദനെ മുഖ്യമന്ത്രിയാക്കുമോ? ഒരു കാരണവശാലും ആക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾ മുഖ്യമന്ത്രിയാക്കാൻ ഉദ്ദേശിക്കുന്നത് ശ്രീമാൻ പിണറായി വിജയനെയാണ്. മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിലെ ജനങ്ങളോട് തുറന്നു പറയണം, നിങ്ങൾ ആരെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ടാണ് ഈ ജനവിധി തേടി കിട്ടിയാൽ കേരളത്തിൽ ഭരണം നടത്താൻ ആഗ്രഹിക്കുന്നത് എന്ന്. मित्रों, कम्युनिस्ट पार्टी पूरी दुनिया में समाप्त हो चुकी है। पूरी दुनिया में कम्युनिस्ट आंदोलन समाप्त हो चुका है और कांग्रेस पार्टी पूरे देश में समाप्त हो चुकी है। अब केरल का विकास ना कांग्रेस कर सकती है ना कम्युनिस्ट कर सकते हैं। केरल का विकास नरेंद्र मोदी के नेतृत्व में भारतीय जनता पार्टी कर सकती है। ലോകം മുഴുവൻ കമ്മ്യൂണിസം അസ്തമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ലോകത്തിൽ ഒരിടത്തും കമ്മ്യൂണിസ്റ്റ് ആശയം ഇന്ന് പ്രാവർത്തികമാക്കുന്നില്ല. ഈ രാജ്യത്ത് കോൺഗ്രസ് അവസാനത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കേരളത്തിൽ പുരോഗതിയിലേക്ക് നയിക്കാൻ അത് ഇവർക്ക് രണ്ടുപേർക്കും സാധിക്കില്ല. കേരളത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJPക്ക്, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിലൂടെ മാത്രമേ കേരളത്തെ പുരോഗതിയിലേക്ക് നീങ്ങുകയുള്ളൂ. मित्रों, 2 साल के अंदर भारतीय जनता पार्टी की मोदी सरकार ने इस देश के विकास के लिए बहुत कुछ करे। मेरे पास पूरा बताने का समय नहीं। अभी जिस बेचारी युवती पर बलात्कार कर उसको हत्या कर दी गई, उसकी माता जी को मैं मिलने जाना चाहता हूं, मगर मैं बहुत जल्दी में बताना चाहता हूं कि बीजेपी की सरकार ने जन धन योजना, इंश्योरेंस स्कीम, 3000 सस्ती दवाइयों की दुकान, मुद्रा बैंक के माध्यम से 1.5 करोड़ से ज्यादा युवाओं को लोन, 5 करोड़ गरीब महिलाओं को उज्ज्वला गैस योजना, प्रधानमंत्री क्रॉप इंश्योरेंस योजना, सॉइल हेल्थ कार्ड, प्रधानमंत्री इरिगेशन योजना, 24 घंटे बिजली की दीनदयाल ग्राम ज्योति योजना,
विकास दर को 7% के ऊपर ले जाना, स्टार्टअप, स्टैंड अप और मेक इन इंडिया के माध्यम से युवाओं को रोजगारी देना, 1 लाख से कम रुपयों में 1 लाख से तक के सभी मेडिकल बिल माफ करने की योजना इतनी है कि मैं सुनाने जाऊंगा तो 7 दिन की भागवत सप्ताह बिठानी पड़ेगी, मगर ये योजनाओं की सूची समाप्त नहीं होगी. കേന്ദ്രത്തിൽ നരേന്ദ്രമോദിജിയുടെ സർക്കാർ ഈ നാട്ടിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി, ദരിദ്രർക്ക് വേണ്ടി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ, ആ പദ്ധതികൾ മുഴുവൻ വിശദീകരിക്കാൻ ഞാൻ ശ്രമിച്ചാൽ അതിനുള്ള സമയമുണ്ടാവില്ല. കാരണം നമ്മുടെ തൊട്ടടുത്തുള്ള പ്രദേശത്ത് മാനഭംഗത്തിനിരയായി കൊല ചെയ്യപ്പെട്ട ആ പാവപ്പെട്ട ദളിത് യുവതിയുടെ അമ്മയെ കാണാൻ എനിക്ക് പോകേണ്ടതുണ്ട്. പക്ഷേ ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. വളരെ ചുരുക്കത്തിൽ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് അവർക്ക് ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങാൻ സാധിക്കുന്ന തരത്തിലുള്ള ജനധൻ പദ്ധതി, 1,80,00,000 ചെറുപ്പക്കാർക്ക് സംരംഭങ്ങൾ ആരംഭിച്ച് തൊഴിൽ നേടാൻ സഹായിച്ച മുദ്രാ വായ്പാ പദ്ധതി, ഈ രാജ്യത്തെ 5 കോടി പാവപ്പെട്ട സ്ത്രീകൾക്ക് ഒരൊറ്റ ഉറുപ്പിക ചെലവാക്കാതെ വാതക കണക്ഷൻ ലഭിക്കുന്ന ഉജ്ജ്വല പദ്ധതി, ഈ രാജ്യത്ത് എല്ലാ ഗ്രാമങ്ങളിലും 24 മണിക്കൂർ പൂർണ്ണ സമയം ലഭിക്കുന്ന തരത്തിലുള്ള വൈദ്യുതി എത്തിക്കാനുള്ള പദ്ധതി, ഈ നാട്ടിൽ അപകട മരണത്തിനും ജീവനും രണ്ടിനും ഇൻഷുറൻസിന് വേണ്ടിയിട്ടുള്ള ചുരുങ്ങിയ നിരക്കിൽ പ്രീമിയം നൽകിക്കൊണ്ടുള്ള ഇൻഷുറൻസ് പദ്ധതി, ഈ രാജ്യത്ത് സ്റ്റാർട്ടപ്പ് ഇന്ത്യ, സ്റ്റാൻഡപ്പ് ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ പദ്ധതികൾ, ദീനദയാൽ ഗ്രാമ പദ്ധതി, അങ്ങനെയുള്ള നിരവധി പദ്ധതികൾ. ഞാൻ ഈ പദ്ധതികൾ മുഴുവൻ വിശദീകരിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഭാഗവത സപ്താഹം പോലെ ഒരാഴ്ചക്കാലം ഞാൻ അത് വിശദീകരിക്കേണ്ടി വരും. അപ്പോഴും അത് അവസാനിക്കില്ല. मित्रों, आप मुझे बताइए, मैं आज दिल्ली वापस जाने वाला हूं, मोदी जी को क्या बताऊं? केरल की जनता भारतीय जनता पार्टी को वोट देगी क्या? ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇന്ന് തിരിച്ച് ഡൽഹിയിലേക്ക് പോവുകയാണ്. തിരിച്ചു ചെല്ലുമ്പോ നരേന്ദ്രമോദിജിയോട് എന്ത് പറയണം? ഈ കേരളത്തിലെ ജനങ്ങൾ ബിജെപിക്ക്, ദേശീയ ജനാധിപത്യ സഖ്യത്തിന് വോട്ട് നൽകുമോ ഇല്ലയോ എന്ത് മറുപടി പറയണം? तो मेरे साथ दोनों हाथ खड़े कर कर आक्रोश के साथ बोलिए, भारत माता की, भारत माता की, भारत माता की, वंदे मातरम.